Today's the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. ടീം പ്രൊട്ടക്ടേഴ്സിനെതിരെ ഷോണിന്റെ സ്ട്രാറ്റജി ടീം ബെയർഫുട്ടിന്റെ സ്കില്ലും സ്ട്രാറ്റജിയും കാണിക്കാതിരിക്കുക എന്നായിരുന്നു. അവരുടെ സ്ട്രാറ്റജി ഫസ്റ്റ് ഹാഫിൽ ഭരിച്ചു. പക്ഷെ കാൾ ഇതൊന്നും നോക്കാതെ സാറ്റലൈറ്റിനോട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഷൂട്ടൌട്ട് ചെയ്യാൻ പറഞ്ഞു. ടീം പ്രൊട്ടക്ടറിന്റെ കൺട്രോളർമാർക്ക് ഇവരുടെ സ്ട്രാറ്റജി മനസ്സിലായി. ടീം ബെയർഫുട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്ത വിധം ടീം പ്രൊട്ടക്ടേഴ്സ് അവരുടെ ഡിഫൻസ് കൂടുതൽ സ്ട്രോങ് ആക്കി. സാറ്റലൈറ്റ് പെട്ടെന്ന് അവന്റെ സിഗ്നേച്ചർ മൂവ് ഉപയോഗിച്ചു. വളരെ വ്യത്യസ്തനായ ഒരു കളിക്കാരനെ പോലെയായിരുന്നു അവന്റെ മൂവ്. അപ്പോൾ ഇപ്പൊ വലിയൊരു ഷോട്ടിന് വേണ്ടിയാണ് സാറ്റലൈറ്റ് ഇപ്പോൾ ലൈനപ്പ് ചെയ്യുന്നത്. പക്ഷെ പ്രൊട്ടക്ടേഴ്സിന്റെ ഡിഫൻസ് ടീം വളരെ സ്ട്രോങ് ആയിരുന്നു. സാറ്റലൈറ്റ് അടിച്ച ബോൾ ഗോൾ പോസ്റ്റിന്റെ ക്രോബാറിലെ തട്ടി നേരെ ഫീൽഡിന്റെ പുറത്തേക്ക് പോയി. ഇത്രയും പവർഫുൾ ആയ ഷോട്ട് അവരെങ്ങനെയാ അടിച്ചത്? ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർ ഇത്രയും നേരം മോശമായി കളിച്ചത് മനഃപൂർവ്വമായിരുന്നു. എനിക്കറിയാം, പക്ഷെ അവരുടെ ഉദ്ദേശം നടന്നില്ല. അവരുടെ പ്ലാൻ നമ്മൾ ഇല്ലാതാക്കി. ഡാമേജ്, സ്റ്റോപ്പർ, ഇൻവിൻസിബിൾ, നിങ്ങൾ മുന്നിലേക്ക് വന്ന് ലൈൻ ഓഫ് ഡിഫൻസ് കൂട്ടൂ. ഗെയിമിന്റെ അവസാനം വരെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവരുടെ ഡിഫൻസ് ലോക്ക് ചെയ്തല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാൾ, നിന്റെ എബിലിറ്റീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ നിനക്ക് എന്റെ മേളിലും കോൺഫിഡൻസ് ഉണ്ടാവണം. മനസ്സിലായോ? ഇതൊരു ടീം കളിയാ. നമ്മൾ എല്ലാരും ഒന്നിച്ച് കളിക്കണം. സോറി ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഞാൻ ഇങ്ങനെ പെരുമാറില്ല. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. നമ്മൾ ഒന്നിച്ച് കളിക്കും. ന്യൂക്ലിയസ്, ഇപ്പൊ നീ ഹോൾഡ് ബാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹൈലാൻഡർ സ്കോർ ചെയ്യും. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടി. എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് ടൈറ്റനോട് സിഗ്നേച്ചർ മൂവ് ട്രൈ ചെയ്യാൻ പറയാം. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത്. അവനാണെങ്കിലോ സിഗ്നേച്ചർ മൂവ് പോലും ഇല്ല. അല്ല, അവനുണ്ട്. ശരിക്കും അവനുണ്ട്. ഞാൻ പറയുന്നത് കേക്ക്. അവൻ എപ്പോഴും ഗോൾ അടിക്കുന്നതിന് മുമ്പേ അവന്റെ കരങ്ങൾ ടൈറ്റ് ചെയ്യും. അത് നോക്കി നിന്നാൽ നമുക്ക് കറക്റ്റ് സമയത്ത് അവനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ കുറെ നേരിട്ട് അവനെ വാച്ച് ചെയ്യണല്ലേ? അതിന് ഞാൻ നിന്നെ പോലല്ല. ഞാൻ അവരുടെ ഗെയിംസ് കണ്ടപ്പോൾ ഇതൊക്കെ പഠിച്ചെടുത്തു. നിന്നെ പോലെ വെറുതെ ഇരുന്നില്ല. ആക്കല്ലേ? ഓ, നിന്നോട് പോയി ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ. ഹൈലാൻഡർ ഒരിക്കലും അവൻ കോൺഫിഡന്റ് ആവാതെ സ്കോർ ചെയ്യില്ല. അവൻ ഫെസ്റ്റ് ചെയ്യുമ്പോൾ റെഡിയായ മതി. പ്രൊട്ടക്ടർ തീർച്ചയായിട്ടും അറ്റാക്ക് മോഡിലാണ്. ടീം മെമ്പേഴ്സ് പരസ്പരം ബോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കിന് പോയ ബെയർഫുട്ടിന് ബോൾ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. സാറ്റലൈറ്റ് ഒരു ചാൻസ് കിട്ടി. അവൻ മിഡ്ഫീൽഡ് ക്രോസ് ചെയ്ത് ഗോൾ പോസ്റ്റ് അടുത്തേക്ക് പോകുന്നു. വേഗം അവട്ടെ, ഗോൾ അടിക്കേ. നീ നന്നായി കളിക്കുന്നുണ്ട് സാറ്റലൈറ്റ്. വളരെയധികം ശ്രമിച്ചു നോക്കി ഒരു ഗോൾ അടിക്കാൻ, പക്ഷെ അത് സാധിച്ചില്ല. അവർ ഗോൾ അടിക്കാൻ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട്. ബോൾ ഇപ്പൊ ടീം പ്രൊട്ടക്ടേഴ്സിന്റെ കയ്യിലായി. ഡാമേജ്, ഒരു ധൃതിയും വേണ്ട. ഹൈലാൻഡർ ഓപ്പൺ ആണെങ്കിൽ നീ പാസ് ചെയ്താൽ മതി. വേഗത കൂട്ടണ്ട. ബോൾ ടീം പ്രൊട്ടക്ടേഴ്സിന്റെ അടുത്താണിപ്പോ. നിങ്ങളൊന്നും ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കാത്ത. ടൈറ്റന് ശരിക്കൊരു മൂവ് ഉണ്ട്. ടൈറ്റൻ, നിന്റെ സ്പെഷ്യൽ ബുൾഡോസർ ടാക്കൽ കാണിക്കാനുള്ള സമയമായി. ബുൾഡോസർ ടാക്കലോ? ബുൾഡോസർ ടാക്കൽ. ഈ മൂവ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ കാണിച്ചേ? കണ്ടിട്ട് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. വളരെ നല്ല മൂവായിരുന്നു.
ഇങ്ങനത്തെ ഒരു മൂവ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. ഇപ്പൊ മതിയായല്ലോ. ക്ഷമിക്ക്, തെറ്റുപറ്റിയത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഷാഡോ മൂവ് ഫോർവേഡ് ഇപ്പൊ തന്നെ. ഇവരില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഗോളെങ്കിലും അടിക്കാമായിരുന്നു. കണ്ടോ, വെറുതെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്. ഇവരെന്താ മര്യാദക്ക് കളിക്കാത്തെ? ഇവർക്കൊക്കെ ഒന്ന് ഗോൾ അടിച്ചാൽ എന്താ? എനിക്കറിയാം, പെനാൽറ്റി ഏരിയന്ന് ബോൾ പാസ് ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെന്താ ശരിക്കുള്ള ഫുട്ബോൾ കളിക്കാത്തെ? കളിക്കാൻ അറിയില്ലെങ്കിൽ ബാലൻ ചുരുട്ടി വീട്ടിലേക്ക് പോകൂടെ? ഞങ്ങൾക്ക് നല്ലൊരു ഗെയിം കാണണം. കം ഓൺ ബെയർഫുട്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഗോ ടീം ബെയർഫുട്ട്, ഗോ ടീം ബെയർഫുട്ട്. എല്ലാരും പറയൂ, ബെയർഫുട്ട് ജയിക്കണം. പ്രൊട്ടക്ടേഴ്സ് ജയിക്കാൻ പാടില്ല. ബെയർഫുട്ട് ജയിക്കണം, 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 പ്രൊട്ടക്ടേഴ്സ് ജയിക്കാൻ പാടില്ല. നിങ്ങളിത് കേട്ടില്ലേ ഫ്രണ്ട്സ്? ഇപ്പൊ എനിക്കൊരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഒരു ഫീലിംഗ്. അല്ലെങ്കിലും ആൾക്കാർക്ക് ആക്ഷൻ കണ്ടാൽ മാത്രം മതിയല്ലോ, നമുക്ക് ശരിയാക്കാവുന്നേ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അഫൻസ് കളിച്ചാൽ മാത്രമേ ഗോൾ അടിക്കാൻ പറ്റൂ. പക്ഷെ അവരുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആ. ഒന്ന് ഓർക്കുക, ബോൾ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഗോളേ അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വോൾടാക്സ് സ്ട്രൈക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. വോൾടെക്സ് സ്ട്രൈക്കും പാസും ഹൈ സ്പീഡ് സ്പിൻ ഷോട്ട്സ് അല്ലേ? ആ ഷോട്ട് ആര് തടഞ്ഞാലും പ്ലേയേഴ്സിന്റെ പുറത്ത് ബോൾ തട്ടി അത് തെറിച്ചു പോകും. കറക്റ്റ് ആണ്. ഈ സമയത്ത് നമുക്ക് അത്തരം ഒരു ഷോട്ട് ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ? പ്രൊട്ടക്ടേഴ്സ് ടീം മിററിന്റെ കൂടെ നേരത്തെ കളിച്ചിരുന്നതാ. അവർക്ക് വോർടെക്സ് സ്ട്രൈക്കിനെ കുറിച്ച് അറിയാം. അവർക്കെതിരെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വോർടെക്സ് സ്ട്രൈക്ക് നമ്മളുടെ എല്ലാ മൊമെന്റമും യൂസ് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഷോട്ട് ട്രൈ ചെയ്താലും നമുക്ക് ഫുൾ പവറിൽ തന്നെ അടിക്കേണ്ടി വരും, എന്നാലേ സ്കോർ ചെയ്യാൻ പറ്റൂ. സത്യം പറഞ്ഞ മിത്തോ സാറ്റലൈറ്റോ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്രൊട്ടക്ടഡ് ടീമിലുള്ള ഒരാള് ആ ഗോൾ തടയാൻ ശ്രമിക്കും. അപ്പോ ബോൾ തിരിച്ചു വരുമ്പോൾ ആ ബോൾ നമുക്ക് അടിച്ച് ഗോൾ അടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ പവർ ഉപയോഗിച്ച് ഡിഫൻസിക് ഷോട്ട് ഒരു ഗോളാക്കി മാറ്റണമെന്നാണോ? എക്സാക്ട്ലി. ശരി, എല്ലാരും ശ്രദ്ധിക്ക്, നമുക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, അവർ അറ്റാക്ക് ചെയ്യുന്നു. ബെയർഫുട്ട് കളിക്കണം, ബെയർഫുട്ട് ജയിക്കണം. പ്രൊട്ടക്ടേഴ്സ് കളിക്കണം, ബെയർഫുട്ട് കളിക്കണം, ബെയർഫുട്ട് ജയിക്കണം. പ്രൊട്ടക്ടേഴ്സ് കളിക്കണം, മുഴുവൻ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യണം. നമുക്കത് ചെയ്തേ പറ്റൂ. അതെ, മനസ്സിലായി. ടീം ബെയർഫുട്ട് ഗോൾ അടിക്കാൻ ശ്രമിച്ചു, പക്ഷെ ടീം പ്രൊട്ടക്ടർ അതിനെ തടഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരെ നിരാശരാക്കരുത്. മെത്ത്, നിന്റെ ശക്തി ഉപയോഗിച്ച് ഇപ്പോ ഒരു ഗോൾ അടിക്ക്. ഫുൾ പവറിലാണ് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഗോൾ ആകുമോ? സ്ട്രൈക്കർ ശ്രദ്ധിക്കൂ, പെട്ടെന്ന് തടയാൻ നോക്ക്. വളരെ നല്ലത്. ഇപ്പൊ ബെയർഫുട്ട് അടിച്ച ഗോളിന് ആർക്കും തടയാൻ കഴിഞ്ഞില്ല. മാച്ചിന്റെ ഹാഫ് ടൈമിൽ ടീം ബെയർഫുട്ട് ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ സ്കോർ 1-0 ആണ്. നീ മിടുക്കനാണ്. പ്രൊട്ടക്ടർക്ക് അവരുടെ മുന്നിൽ നിസ്സാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിത്തിന്റെ ഷോട്ട് അടിപൊളിയായിരുന്നു. എന്റെ സംശയം പ്രൊട്ടക്ടർ സെമിഫൈനലിൽ എത്തുമോ എന്നുള്ളതാണ്. നമുക്ക് കാണാം. ഓഡിയൻസ് ബെയർഫുട്ടിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഡോണ്ട് വറി ബ്രോ, സെക്കൻഡ് ഹാഫിൽ നമുക്ക് പുതിയൊരു സ്ട്രാറ്റജി ആലോചിക്കാം. ആ ഓസ്കർ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ. ഹായ്, ഞാൻ വന്നു. അവൻ വന്നല്ലോ. എന്തായാലും നീ വന്നല്ലോ.
ഞാനില്ലാത്തത് കാരണം അവര് ഗോൾ അടിച്ചു അല്ലേ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു ഗോളല്ലേ അടിച്ചുള്ളൂ. നീ ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ജയിച്ചിരിക്കും. ഞങ്ങൾക്ക് നിന്റെ ആവശ്യമുണ്ടോ ഓസ്കർ? നിനക്കറിയോ? താങ്ക്സ്, എനിക്കറിയാം. പ്രൊട്ടക്ടറിന്റെ ഗോൾ കീപ്പർ ഓസ്കർ സെക്കൻഡ് ഹാഫിലെ മാച്ചിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഗോൾ കീപ്പറിനെ മാറ്റി ഇപ്പൊ ഷീൽഡാണ് കളിക്കാൻ പോകുന്നത്. ഷോൺ, നിങ്ങൾ എന്നെ ട്രെയിൻ ചെയ്തതിന് വളരെ നന്ദി. ഞാൻ നന്നായി കളിച്ചോളാം. സാരമില്ലെന്നേ, നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. ഞാനും നിസാരക്കാരനല്ല, എന്നെ സൂക്ഷിക്കണം. ഏയ്, എന്നെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ. ഈ മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ടീം ബെയർഫുട്ട് ഇപ്പൊ റൈറ്റിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്, ടീം പ്രൊട്ടക്ടേഴ്സ് ലെഫ്റ്റിൽ നിന്നും. എല്ലാവരും ഞാൻ പറയുന്നൊന്ന് കേട്ടെ. സെക്കൻഡ് ഹാഫ് ആണ് ബെയർഫുട്ടിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എത്രയും ചിയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ചിയർ ചെയ്യേ. ആദ്യം വിന്നർ ആവാൻ നോക്ക്, പിന്നെ ജയിക്ക്. ഇതത്ര രസമൊന്നുമില്ല. ഇത് ഒറിജിനലാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. എന്നോട് തർക്കിക്കണ്ട, നീ ചിയർ ചെയ്യാൻ നോക്ക്. ഓൾ റൈറ്റ് ഹൈലാൻഡർ, നിന്റെ ടാലന്റ് എന്താണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഓ ശരി. മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിൽ വളരെ വ്യത്യസ്തമായി കളിച്ച ഹൈലാൻഡർ അവന്റെ ഓഫൻസീവ് അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളത് കണ്ടില്ലേ? അവന് അത്രയും ദൂരം മൂവ് ചെയ്യാൻ പറ്റില്ല. ഹൈലാൻഡർ സെക്കൻഡ് ഹാഫിൽ ഫുൾ പവറിലാണ്. ടീം ബെയർഫുട്ടിന്റെ ഡിഫൻസ് 80%ലാണ്. അത് നമുക്ക് കണ്ടാലും അറിയാം. ടീം പ്രൊട്ടക്ടറിന്റെ പ്ലെയർ ഹൈലാൻഡർ ഇപ്പൊ ഗോൾ അടിക്കാൻ തയ്യാറാണ്. കെയർഫുൾ കെയർഫുൾ, അവനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഹൈലൈറ്ററിന് ഗോൾ അടിക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ, ഓഡിയൻസ് ഇപ്പൊ ടീം ബെയർഫുട്ടിന് വേണ്ടിയാണ് ചിയർ ചെയ്യുന്നത്. ഓ മാൻ, എന്റെ ചങ്ക് കുറച്ച് സമയത്തേക്ക് നിന്നുപോയി. ഹൈലാൻഡർ വളരെ നല്ല കളിക്കാരനാ. ഇപ്പോഴല്ലേ നമ്മൾ അവന്റെ സ്കോറിംഗ് കാർഡ് കണ്ട് ഞെട്ടിയത്. ആള് കേമനാ. ആ ഷോട്ട് ഗോൾ ആവാത്തത് നമ്മുടെ ഭാഗ്യമാണ്. നെക്സ്റ്റ് 45 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നല്ലപോലെ കളിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യം, അവര് ഡിഫൻസ് ഉപേക്ഷിച്ചല്ലോ. ഇപ്പൊ നമുക്ക് ഗോൾ അടിക്കാൻ നല്ല ചാൻസാ. മെക്, നീ അവരുടെ രണ്ടുപേരുടെ കൂടെ നിൽക്ക്. സാറ്റലൈറ്റ് ന്യൂക്ലിയസ് ഒരു ഗ്രൂപ്പായി അവരെ തടയാൻ നോക്ക്. ബോൾ ഇനിയും പാസ് ചെയ്യണം. ചിലപ്പോ അത് ഗോൾ അടിക്കാൻ പറ്റിയെങ്കിലോ. അവരുടെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അവർ പ്രൊട്ടക്ടേഴ്സിന്റെ ഡിഫൻസ് തകർക്കാൻ നോക്കുകയാണ്. പക്ഷെ അവർക്ക് വിജയം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കത് കണ്ടറിയാം. സാറ്റലൈറ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. മിത്ത് ബോളെ പാസ് ചെയ്ത് നേരത്തെ പെനാൽറ്റി ഏരിയയിലേക്ക് കയറി കഴിഞ്ഞു. അതൊരു അടിപൊളി പാസാ. സൂക്ഷിക്കുക, സാറ്റലൈറ്റ് അടുത്ത് തന്നെ ഉണ്ട്. പ്രൊട്ടക്ടേഴ്സ് അവരുടെ ഗോൾ കീപ്പറെ തിരിച്ചു കിട്ടിയതിന് വളരെ സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കും. ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ കൂടുതൽ ഫാസ്റ്റർ ആണ്. നീയാണ് രക്ഷിച്ചത് ഓസ്കർ. അവൻ തടഞ്ഞത് നന്നായി. ഇപ്പോഴാണ് നമ്മുടെ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയി മാറിയത്. ഓ യാ. അങ്ങനെ തന്നെ ചെയ്തോളൂ, വളരെ നല്ലത്. ഇനി നിങ്ങൾ വേഗം അറ്റാക്ക് ചെയ്തോളൂ. ഷോൺ, നീ അവനെ നന്നായി ട്രെയിൻ ചെയ്തോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവനൊരു നല്ല പ്ലെയർ ആണോ? അവൻ നല്ല ടാലന്റഡും ആണ്, നല്ല കോൺഫിഡന്റും ആണ് ഇപ്പോൾ. ഷോൺ, സമയം കിട്ടുമ്പോ നിനക്ക് എന്നെയും കൂടി കുറച്ച് മൂവ്സ് പഠിപ്പിച്ചൂടെ? ഷോൺ, നിന്നെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ മൂവ്സ് ശരിക്കും നീ ആദ്യം ഒന്ന് പഠിക്കാൻ നോക്കണം കേട്ടോ. അങ്ങോട്ട് നോക്കി. പ്രൊട്ടക്ടേഴ്സ് അവരുടെ ഫോർമേഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവര് ഗോൾ അടിക്കാനുള്ള തീരുമാനമെടുത്തു. ഇനി അവർ എന്തോ ചെയ്യാൻ മടിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂക്ലിയർ ആൻഡ് ടൈറ്റൻ ഹൈലാൻഡറിനെ മാർക്ക് ചെയ്യ്. സാറ്റലൈറ്റ് അസിസ്റ്റന്റ് ഡിഫൻസ്, ഒരു കാരണവശാലും അവരെ ഗോൾ അടിക്കരുത്. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോ മിഡിൽ ടാക്ടീവ് ഉപയോഗിക്കാൻ പോവുകയാണ്. സ്കോർ നമുക്ക് സമമാക്കണം. സാറ്റലൈറ്റ് നീ പെട്ടെന്ന് ഹൈലാൻഡറെ ബ്ലോക്ക് ചെയ്യാൻ നോക്ക്. ടൈറ്റൻ ഇൻവിസിബിൾ ആവേണ്ട സമയമായി. ഹൈലാൻഡർ, നിന്റെ ചാൻസ് കളയല്ലേ. പ്രൊട്ടക്ടറിന്റെ ടീമിൽ സോളിഡ് ജമ്പേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഗോൾ അടിക്കുന്നത് വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല.
പേടിക്കണ്ട, ജയിക്കാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. ഒരു ഗോളല്ലേ അടിച്ചുള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാ നമുക്ക് ചിയർ ചെയ്യാം. ഗോ ബാർഫുട്ട്, നമുക്കിത് വിൻ ചെയ്യണം. ഗോ ബാർഫുട്ട്, ഗോ ബാർഫുട്ട്, നമുക്കിത് വിൻ ചെയ്യണം. ഗോ 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 ബാർഫുട്ട്. ഇനി സമയമല്ല, മിത്തിനെ കൊണ്ട് ആ സിഗ്നേച്ചർ മൂവ് ചെയ്യിക്കണം. നീ എന്ത് പറയുന്നു ഷോൺ? നിനക്കറിയാം മിത്തിന് ആ ഷോട്ടിൽ ഒരു കൺട്രോളും ഇല്ലെന്ന്. അവൻ മിസ് ചെയ്താലോ? ഇനി ആലോചിക്കാനുള്ള സമയമില്ല. എങ്ങനെങ്കിലും ഈ റിസ്ക് എടുത്തേ പറ്റൂ. മിത്ത്, ലാസ്റ്റ് ഗെയിമിൽ നീ എടുത്ത ആ ഷോട്ട് ഇപ്പൊ എടുത്തേ പറ്റൂ. നിങ്ങളും അവനെ സഹായിക്കണം. അത് ഞങ്ങൾക്കറിയാം. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹാഫ് കഴിയാൻ ഇനി ഒരു 5 മിനിറ്റ് മാത്രം. ഇതിലിനി അതിശയമൊന്നുമില്ല. പ്രൊട്ടക്ടേഴ്സ് അവരുടെ ഡിഫൻസ് വളരെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ബെയർഫുട്ടിന് ഈ ഡിഫൻസ് തകർക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് കാണുന്നത്. അവസാനം വരെ ഈ സ്കോർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. കം ഓൺ ഗൈസ്, നിങ്ങൾക്കിത് തീർച്ചയായും ചെയ്യാൻ കഴിയും. സാറ്റലൈറ്റ് ബോൾ കൊണ്ട് മുന്നേറുന്നുണ്ട്. ബെയർഫുട്ട് ഈ ഗെയിം ജയിച്ചാൽ സെമി ഫൈനൽസിലെ 16 ടീമിൽ ഒരു ടീമായിരിക്കും. കണ്ടിട്ട് അവർ ഷോട്ട് അടിക്കാൻ തയ്യാറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുമോ? എന്ത് പറ്റി മിത്ത്? നീ എന്താ ചെയ്യുന്നത്? നിന്റെ പവറിന് എന്താ പറ്റിയ? എനിക്കറിയില്ല, പഴയതുപോലെ പവർ എനിക്കിപ്പോ എടുക്കാൻ പറ്റുന്നില്ല. ഡാമിൻ ഇൻവിസിബിൾ, അവനെ വിടരുത്. കം ഓൺ മിത്ത്, നീ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുന്ന എനിക്ക് അറിയാം. ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പോവാതെ തടയ. ഇത് എന്തൊരു കളിയായത്? അതൊരു ഫൗളാണ്. കണ്ടിട്ട് പെനാൽറ്റി ഏരിയയിലാണ് ഈ ഫൗൾ നടന്നിരിക്കുന്നത്. നമുക്ക് റെഫറിയുടെ തീരുമാനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. റെഫറി ഇതാ പെനാൽറ്റി കിക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് സത്യാവസ്ഥയിലേക്ക് കടക്കാം. ബെയർഫുട്ട് ഇത് സ്കോർ ചെയ്താൽ സെമി ഫൈനൽസിലെ 16 ടീമിൽ ഒരു ടീമായിട്ട് മാറും. അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സ് ആയിരിക്കും സെമി ഫൈനൽസിൽ. എല്ലാവരും മുൾമനയിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട മെത്ത്. നിനക്ക് ഗോൾ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓസ്കർ, നിനക്ക് ഈ ഗോൾ തടയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ഡയറക്ഷൻ എടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 4 ചേട്ടന്മാര് 4 ഡയറക്ഷനാ പറഞ്ഞേ. അപ്പോ ഷീൽഡും കൺഫ്യൂസ്ഡ് ആയി. അതുകൊണ്ട് അവൻ ഒരു സ്റ്റാർ ഫിഷിനെ പോലെ എടുത്തു ചാടിയത്. പെനാലിറ്റി കിക്ക് എന്ന് പറയുമ്പോഴേ എനിക്ക് പേടിയാ. അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും എനിക്ക് അറിയില്ല. നീ ചെയ്തത് തെറ്റാണ് ഓസ്കർ. നീ നിന്റെ സ്വന്തം സ്കിൽസിൽ വിശ്വസിച്ചില്ല. ഒരു പെനാൽറ്റി കിക്ക് സേവ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. നിനക്കത് നന്നായിട്ട് അറിയാം. നിന്റെ ബാലൻസ് ഒരിക്കലും തെറ്റാതിരിക്കണം. നിന്റെ ഇൻസ്റ്റിങ്സ് ശരിയായിരിക്കണം. എന്റെ ഇൻസ്റ്റിങ്സോ? അതെ, ഇൻസ്റ്റിങ്സ്. നീ ഷൂട്ടർ എങ്ങോട്ടാണ് എയിം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കി കാത്തിരിക്കുകയാണെങ്കിൽ അത് ലേറ്റ് ആയി കഴിഞ്ഞിരിക്കും. നീ നിന്റെ ഇൻസ്റ്റിങ്റ്റിനോടൊപ്പം തന്നെ പോകണം. അവന്റെ പെനാൽറ്റി കിക്ക് നിനക്ക് തടയാനാവും. നിന്റെ മെന്റൽ സ്ട്രെങ്ത് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ കാരണം ഇൻഫ്ലുവൻസ് ആവാതിരിക്കാൻ ശ്രമിക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ മനസ്സിനെ നീ വിശ്വസിക്ക്. ഞാൻ പറയുന്നത് കേക്ക് ഓസ്കാർ. നിന്റെ കോൺഫിഡൻസ് 100% ആണെങ്കിൽ നിന്റെ ഇൻസ്റ്റിങ്റ്റും ശരിയായിരിക്കും. പക്ഷെ എനിക്കില്ലാത്തത് കോൺഫിഡൻസ് മാത്രമാണല്ലോ. ഇനി നാളത്തെ മാച്ച് പെനാൽറ്റി കിക്കിലാണ് വരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഓക്കേ ഷീൽഡ്, മിത്തിന്റെ കാലുകൾ ശ്രദ്ധിക്ക്. മനസ്സിലായി. ബെയർഫുട്ടിന് പെനാൽറ്റി ഷോട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതിന് ലാഭം ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ കാണാം. ഈ ഷോട്ട് രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഷീൽഡ് ശ്രദ്ധിച്ചു വേണം. ഗോൾ രക്ഷിച്ചിരിക്കുന്നു. ഷീൽഡ് വളരെ ഭംഗിയായിട്ടാണ് ഈ ഗോൾ രക്ഷിച്ചിരിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഗോൾ അടിച്ചേ പറ്റൂ. ഇത് നമ്മുടെ അവസാനത്തെ സമയമാണ്. നോക്ക്.